guys, welcome back to another episode of Time Pass Media Vlogs. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഹെലികോപ്റ്ററാണ്. കണ്ട, ഇത് ആരുഷ് എയറിനും കൂടെ ഡിജോ ഞങ്ങൾ 3 പേരും കൂടെ $4 കൊടുത്ത് നിമിമ ടു $4 കൊടുത്ത് ഡോളറാമേന്ന് വാങ്ങിച്ച ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആകാശത്തേക്ക് പൊങ്ങി നമ്മളിത് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിൾ. ചാർജിങ് പോർട്ട് ഉണ്ട്. കുഞ്ഞാപ്പനാണ് ഇത് ചാർജ് ചെയ്യുന്നത്. കയ്യിൽ വെക്കേ. ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ ഓണാക്കാം. ഓണാക്കിക്കോ. കുറയ്ക്കാണ്. അതാണ് നമ്മുടെ പ്ലെയിൻ. പ്ലെയിൻ പറക്കുന്നത് കണ്ടില്ല. കയ്യിലൊരു ഇരിക്കോ. നമ്മുടെ സർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മുകളിലേക്ക് പോവുകയാണ്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഒന്നും നമുക്കില്ല. പക്ഷേ കൈക്കകത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ അത് പറന്ന്. ഒരു കുങ്കുത്തേ ഓടി പാടി. ഇനി നിർത്താനായിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ വാല് കടന്ന് എപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഈ ചുറ്റിക്കറങ്ങൽ കൊണ്ടാണ് നമുക്ക് അയ്യോ മോളിലിടിച്ച്. മോളിലിടിച്ചെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ ഡ്രോണുകൾ പോലെ അല്ല ഇത്. ഇപ്പം വേറെ ലെവല് ഡ്രോണാണ്. ഇടിക്കുകയോ തട്ടുന്നോ ഒന്നും അവനൊരു പ്രശ്നമല്ല. അവൻ്റെ ടെക്നോളജി അങ്ങനെ ഞാൻ അതിലിടിപ്പിച്ച് നിർത്തി. ക്രാഷ്ഡ്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ലാൻഡ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ കൈക്കകത്ത് വെക്കാം. പോകുന്നില്ല. ഓ, ഇത് ഓഫ് ചെയ്തു. നമ്മളിനി ഓൺ ചെയ്ത് ഇനി നമ്മളിത് ക്രാഷ്ഡ്. അങ്ങനെ ഫ്രിഡ്ജിലിടിച്ച് കഞ്ഞിക്ക് വെള്ളമുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിലിടിച്ച് നമ്മുടെ ഇത് ക്രാഷായി. ഇനി ഇത് പറക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണോ? എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പം അതിന് മുമ്പ് അയ്യോ ഇങ്ങോട്ടോ. ആരും പേടിക്കണ്ടാവും. ഞാൻ
അപ്പോൾ നമ്മൾ ഈ ഹെലികോപ്റ്റർ പറത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളെ കൈ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാം. പിന്നെ ഭിത്തിയിലൊന്നും തട്ടിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിനോ ഭിത്തിക്കോ യാതൊരുവിധ കേടുപാടുകളുമില്ല. നമ്മുടെ മറ്റുള്ള ഡ്രോണുകളെ അപേക്ഷിച്ച് വളരെ സേഫ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളൊരു ഡോളറാമ ഷോപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും $4 കൊടുത്ത് തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ടതാണ്. ഇത് നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അതിർത്തിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ. മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ കുന്നംകുളം പോലെയുള്ള വലിയ വ്യാപാര മേഖലകൾ ഉണ്ടായിട്ടും നമുക്കിതുപോലെ $4 200 രൂപയ്ക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി നമുക്ക് വളർന്നിട്ടില്ല. ചൈനയിൽ പോകാനായിട്ടുള്ള ഒരു ചൈനയെ വളർത്തുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.